ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ റെസിപ്പി കോർണർ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു കിടിലൻ വെണ്ടയ്ക്ക പുളിങ്കറിയാണേ. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യും പോലെയും അല്ല, തേങ്ങ അരച്ച് വെച്ച ഒരു കിടിലൻ പുളിങ്കറിയാണ്. അപ്പോൾ ഇതിൻ്റെ രുചി അത്രയ്ക്കും സൂപ്പറാണ്. ഈ കറി ഉണ്ടെങ്കിൽ ചോറുണ്ണാൻ പിന്നെ വേറെ ഒരു കറിയുടെ ആവശ്യം വരില്ല. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഉറപ്പായിട്ട് ചെയ്തു വെക്കുക, അത്രയ്ക്കും ടേസ്റ്റിയാണ്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്നങ്ങ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് നേരെ വീഡിയോ കണ്ടിട്ട് വരാം. ആദ്യം ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക്. അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 15 ചുവന്ന ഉള്ളി ചേർക്കാം. അപ്പം ഇതിൽ വലിയ ഉള്ളി മാത്രം ജസ്റ്റ് 2 മുറിച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു 4-5 വെളുത്തുള്ളി, അത് ഇതേ 2 നീളത്തിൽ മുറിച്ചതാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഒരു പച്ചമുളക് 2 മുറിച്ചത്. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതേ ഉള്ളി ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു 10 വെണ്ടയ്ക്ക ഇതുപോലെ കുറച്ച് നീളത്തിൽ മുറിച്ചത് ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ ഈ വെണ്ടയ്ക്കയുടെ ആ ഒരു വഴുവഴുപ്പ് നന്നായിട്ടൊന്ന് മാറണം കേട്ടോ. അപ്പം അത് ഇത്രയും മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു വലിയ തക്കാളി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി ഒന്നങ്ങ് വാടി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ നിറച്ച് മല്ലിപ്പൊടി. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പം നമ്മളിപ്പോൾ ഈ ചേർത്ത് കൊടുത്ത പൊടികളുടെ എല്ലാം പച്ചമണം നന്നായിട്ടൊന്ന് മാറി വരണം കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇപ്പോൾ പൊടികളുടെ എല്ലാം പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ വെണ്ടയ്ക്ക അങ്ങ് ഒരുപാട് വെന്ത് പോരുത് കേട്ടോ. അപ്പോൾ തക്കാളിയും കൂടി ജസ്റ്റ് ഒന്ന് വെന്ത് വരണം. അപ്പം അത്രയും മതി, അതായത് ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി. അപ്പോൾ ഇത് ഇത്രയും മതി. ഇനി ഈ ഒരു സമയത്ത് ഒരു ചെറിയ ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള വാളംപുളി പുഴിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് നന്നായി തിളച്ച് പുളിയുടെ പച്ചമണമൊക്കെ ഒന്നങ്ങ് മാറി എണ്ണ ഒന്നങ്ങ് തെളിഞ്ഞു വരണം കേട്ടോ. അപ്പം അതിനായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് ഇത്രയും മതി. ഇതിലിപ്പോൾ പുളിയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓഫ് ചെയ്ത് ഇങ്ങനെ യൂസ് ചെയ്യാം. ഇത് വളരെ ടേസ്റ്റിയാണ്. ഊണ് കഴിക്കാൻ ഒരു സൂപ്പർ കോമ്പിനേഷനുമാണ്. അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ നന്നായിട്ട് അരച്ചത് ചേർക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ മാത്രം അരച്ചാൽ മതി കേട്ടോ, വേറെ ഒന്നും അതിൻ്റെ കൂടെ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തേങ്ങ മാത്രം നന്നായിട്ട് അരച്ച് ചേർത്താൽ മതി. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. അപ്പോൾ തിളച്ചത് ഇങ്ങനെ എണ്ണ ഒന്ന് തെളിഞ്ഞു വരണം കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ ശർക്കര ചേർക്കണം എന്നുള്ളവർക്ക് ലേശം ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പുളി ചേർക്കുന്ന കറികളിലൊക്കെ ശർക്കര കൂടി ചേർത്ത് കൊടുത്താൽ ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യും. ബട്ട് ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി വെണ്ടയ്ക്ക പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ കറിയാണ്. റൈസിനൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ ഒരു ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.